രാധേശ്യാം. എല്ലാവർക്കും നമസ്കാരം. ധ്യാന ശ്ലോകങ്ങൾ 8 നമ്മളുടെ കഴിഞ്ഞു, 6 കഴിഞ്ഞു. 7ാമത്തെ ശ്ലോകം മൂകം കരോതി വാചാലം എന്ന ശ്ലോകം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാ തം അഹം വന്ദേ പരമാനന്ദമാധവം. ഇത് ഭാഗവതത്തിലുള്ള ശ്ലോകമല്ല, എന്നാൽ മിക്കവാറും പുരാണങ്ങളുടെയൊക്കെ മുമ്പ് ഈ ധ്യാന ശ്ലോകങ്ങളിൽ വരുന്നതായിട്ടുള്ള ഒരു ഒറ്റ ശ്ലോകമാണിത്. വ്യാഖ്യാതാക്കളടക്കം അവരുടെ വ്യാഖ്യാനങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ ഈ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ടൊക്കെ തന്നെയാണ് ആരംഭിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ശ്ലോകത്തിന്റെ അർത്ഥം കേട്ടാൽ മനസ്സിലാവും. മൂകം കരോതി വാചാലം, മൂകനായിട്ടുള്ളവനെയും വാചാലം കരോതി, വാചാലനാക്കി മാറ്റുന്നു. ഒന്നും സംസാരിക്കാൻ പറ്റാത്തവനെയും വളരെയധികം സംസാരിക്കുന്നവനെയാണ് വാചാലൻ എന്ന് പറയുക. ഒന്നും സംസാരിക്കാൻ, ഊമയായിട്ടുള്ളവനെ പോലും വളരെയധികം സംസാരിക്കാൻ സാധിക്കുന്നവനാക്കി മാറ്റുന്നു. പങ്കും ലംഘയത്തെ ഗിരിം, പങ്കഹ എന്ന് പറഞ്ഞാൽ മുടന്തനായിട്ടുള്ള ഒരാൾ, കാലുകൊണ്ട് നടക്കാൻ വയ്യാത്തൊരുത്തനെ കൊണ്ട് ഗിരിം ലംഘയത്തെ, ഒരു മല കയറണം, അതിനെ മറികടക്കണം എന്ന് വെച്ചാലും അതിനനുസരിച്ച് പ്രാപ്തനാക്കി തീർക്കുന്നു. ഇത് രണ്ടും വളരെ പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ്. ഊമയായിട്ടുള്ളവൻ വളരെയധികം വാചാലനായി തീരുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. മുടന്തനായിട്ട് നടക്കാൻ പോലും വയ്യാത്തവന് ഒരു മല കയറണം എന്നുള്ളത് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതൊക്കെ സാധിക്കുന്നത് എന്തുകൊണ്ട്? ഇവിടെ ഉറപ്പിച്ചു പറയുന്നു, കരോതി ലംഘയതേ, മൂക്കനെ കൊണ്ട് വാചാലനാക്കുന്നു, മുടന്തനെ കൊണ്ട് മല കയറ്റുന്നു എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അതിന്റെ പിന്നിൽ എങ്ങനെ സാധിക്കും? യത് കൃപ, ഏതൊരുവന്റെ കൃപ കൊണ്ടാണോ ഇതൊക്കെ സാധിക്കുന്നത് എന്നാണ്. ഭഗവാന്റെ ഒരാളുടെ കൃപ എന്നൊന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ മൂക്കനും വാചാലനാവും, മുടന്തനും മല കയറുന്നവനാവും. ആ കൃപയാണ് ഇതിനൊക്കെ വേണ്ടത് എന്നർത്ഥം. ഏതൊരു ഭഗവാന്റെ കൃപ കൊണ്ടാണോ ഇതൊക്കെ സാധിക്കുന്നത്, തം, ആ ഭഗവാനെ അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു. അതാരാണ് ആ ഭഗവാൻ എന്നുള്ളതിനെ പറയുന്നു. പരമാനന്ദ മാധവൻ, പരമാനന്ദ സ്വരൂപനായിട്ടിരിക്കുന്ന ഭഗവാൻ, മാധവനായിട്ടിരിക്കുന്ന ഭഗവാൻ. അവിടെ വിശേഷാല അർത്ഥങ്ങളൊക്കെ അതിനുണ്ട്. മാധവൻ, മാ എന്ന അക്ഷരം കൊണ്ട് ലക്ഷ്മി എന്ന അർത്ഥമുണ്ട്. മാധവൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാൻ എന്ന് വെച്ചാൽ ലക്ഷ്മിയോട് കൂടിയിട്ട് സർവ ഐശ്വര്യങ്ങളെയും നൽകുന്നവൻ, പരമാനന്ദ സ്വരൂപനായിട്ടിരിക്കുന്നവൻ. ലക്ഷ്മിയോട് കൂടിയിട്ട് ഐശ്വര്യങ്ങളെ തരുന്നു എന്ന് പറയുമ്പോൾ ലക്ഷ്മി ഉണ്ടായാലേ ഇനി സുഖമുള്ളൂ, അങ്ങനെയൊന്നുമില്ല. സ്വയം പരമാനന്ദ സ്വരൂപനാണ്, ലക്ഷ്മി ഉണ്ടായാലും ഇല്ലെങ്കിലും. എന്നാൽ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നിടത്ത് ഭഗവാൻ ലക്ഷ്മി ദേവിയോട് കൂടി തന്നെ ഇരുന്നു കൊണ്ടാണ് അധികവും അനുഗ്രഹിക്കുക. കാരണം എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു എങ്കിലും ഓരോരുത്തരും വന്നു ചേരുന്നത് ഓരോരോ ഉദ്ദേശങ്ങളോട് കൂടിയിട്ടായിരിക്കും. ചിലവർക്ക് ഗുരുവായൂരപ്പനെ പിടിച്ചാലാണ് ലക്ഷ്മി ഉണ്ടാവുക എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കുള്ള അനുഗ്രഹം ലക്ഷ്മി കൊടുത്തോട്ടെ. ഇനി ആ സമയത്ത് ലക്ഷ്മി അടുത്തില്ലാത്തൊരു പ്രശ്നം വരണ്ട എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ലക്ഷ്മിയോട് കൂടിയിട്ട് തന്നെയാണ് അധികം പേരെയും അനുഗ്രഹിക്കാനിരിക്കുക. വളരെ കുറച്ച് പേര് മാത്രമേ ഗുരുവായൂരപ്പനെ കാണാൻ ചോദിക്കാറുള്ളൂ. അപ്പൊ പിന്നെ അവർക്ക് ഭഗവാൻ എന്താ വേണ്ടത് വെച്ചാൽ നേരിട്ട് കൈകാര്യം ചെയ്യും. അധികം പേർക്കും ലക്ഷ്മിയെയാണ് വേണ്ടത് എന്നുള്ളതുകൊണ്ട് ഭഗവാൻ ഫ്രീ ആണ്, ചുരുക്കം പറഞ്ഞാൽ. കാരണം ലക്ഷ്മിയെ ആഗ്രഹിച്ച അനവധി ആൾക്കാർ വരുമ്പോൾ തിരക്ക് ലക്ഷ്മിക്കാണല്ലോ ഉണ്ടാവുക. അപ്പൊ നമുക്ക് തിരക്കൊഴിഞ്ഞിരിക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് ഇപ്പൊ പറ്റിയ അവസരമാണെന്ന് അർത്ഥം. ഭാഗവതമൊക്കെ വായിച്ചാൽ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കാൻ ഭഗവാന് പൊഴിയുള്ള ഒരു സമയമാണ്. അപ്പൊ നമുക്ക് തുടക്കമാണല്ലോ, അപ്പൊ കുറെ തെറ്റ് തിരുത്തണം, എന്നിട്ട് നേരെ ചൊവ്വയെ വായിക്കാനുള്ള സമയം വേണം. അപ്പോഴും ശ്രദ്ധയോട് കൂടിയിട്ട് ഇരുന്ന് കേൾക്കുന്ന
ഇനി നമ്മൾ തെറ്റി വായിച്ചു അതുകൊണ്ട് ഭഗവാൻ ഒരു വിഷമം ഉണ്ടാവുന്നൊന്നും വിചാരിക്കണ്ട. പരമാനന്ദ സ്വരൂപനാണ്. നമ്മൾ വായിക്കുന്നതിനനുസരിച്ച് നമുക്കും കൂടി ആനന്ദത്തെ തരുന്നവനാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ മുമ്പിൽ ഭാഗവതം എന്നതിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഭാഗവതം വായിച്ചിട്ടുണ്ടാവേണ്ട ഐശ്വര്യം എന്തെന്ന് ചോദിച്ചാൽ ഭാഗവതം നന്നായിട്ട് വായിക്കാറാവുക. അത് തന്നെയാണ് എൻ്റെ ഐശ്വര്യം. അപ്പൊ അതുകൊണ്ട് അതിന് ലക്ഷ്മിയോട് കൂടിയിട്ടുള്ള മാധവനായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം, അതുപോലെ ഭാഗവതത്തിലൂടെ ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനെയാണ് അറിയേണ്ടത്. അതറിയാൻ തുടങ്ങുന്നിടത്ത് പരമാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം, ഇതൊക്കെ ഉണ്ടാവുന്നത് ഭഗവാന്റെ കൃപ, കാരുണ്യം എന്നൊന്ന് നേടുന്നിടത്ത് മാത്രമാണ്. ഭാഗവതം വായിച്ചിട്ടല്ല നമുക്കൊക്കെ കാരുണ്യം കിട്ടാനുള്ളത്, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. പകരം ഭാഗവതം ഭംഗിയായിട്ട് വായിക്കണം എന്നുള്ള തോന്നലിലാണ് നമുക്ക് കാരുണ്യം ഉണ്ടാവേണ്ടത്. ഭഗവതം വായിച്ചിട്ട് കാരുണ്യം ഉണ്ടാവുക എളുപ്പമല്ല. കാരണം ഇത് നേരെയായിട്ട് വായിക്കണല്ലോ, എന്നിട്ട് കാരുണ്യം ഉണ്ടാവാൻ എളുപ്പമില്ല. പകരം നേരെ തിരിച്ചാണ്, കാരുണ്യം ഉണ്ടായിട്ടേ ഇത് നേരെ വായിക്കാൻ തന്നെ ആവുള്ളൂ. അപ്പൊ ഭഗവാന്റെ കാരുണ്യം എന്നുള്ളതാണ്. അതിന് ഭക്തിയോട് കൂടിയിട്ട് ഏത് ആപദ്ഘട്ടത്തിൽ പെട്ടവനായാലും ഇനി എന്നെ ഇത് നമുക്കൊക്കെ വളരെയധികം ആത്മവിശ്വാസം തരുന്ന ഒരു പ്രാർത്ഥനാ ശ്ലോകമാണ്. എനിക്കറിയില്ലല്ലോ, സംസ്കൃതം അറിയില്ല, അല്ലെങ്കിൽ അക്ഷരങ്ങൾ വേണ്ട പോലെ അറിയില്ല, കൃത്യമായിട്ട് വായിക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ള പേടിയൊന്നും വേണ്ട. എന്തെങ്കിലും ഒച്ച ഉണ്ടാവുന്നുണ്ടല്ലോ. ഇവിടെ മൂക്കനെ കൊണ്ടുപോലും ഭഗവാൻ വാചാലനാക്കി തീർക്കും എന്നിരിക്കെ കുറേശ്ശെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളെ കൊണ്ടൊക്കെ നല്ലപോലെ വായിപ്പിച്ചോളും, പേടിക്കണ്ട. മുടന്തൻ നടക്കുമ്പോൾ തന്നെ വീഴും. നമ്മളെ ഭാഗവതത്തിന്റെ കാര്യത്തിൽ പിച്ച വയ്ക്കണേ ഉള്ളൂ. അവിടെ ഇവിടെയൊക്കെ വീണാലും പിടിച്ചെണീപ്പിച്ച് ഇപ്പൊ നമുക്ക് ഭാഗവതം വായിക്കുക എന്നുള്ളത് വലിയൊരു കുന്നുപോലെയൊക്കെ തോന്നാം. പക്ഷെ അതിനെയും വളരെ എളുപ്പത്തിൽ കയറാൻ ഈ ഭഗവാന്റെ കൃപ ഒന്നുകൊണ്ട് സാധിക്കും എന്നുള്ള മഹത്വം ഉള്ളത് കൊണ്ടാണ് ഈ ശ്ലോകത്തിനെ എല്ലാ ആചാര്യന്മാരും ഈ പറഞ്ഞ വ്യാഖ്യാതാക്കൾ അടക്കം ആ കൃപയുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പുരാണ രചനയിലോ പുരാണങ്ങളെ കുറിച്ച് പറയുന്നിടത്തോ ഒക്കെ ഈ ശ്ലോകം ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം എന്ന് ഭഗവാനെ സ്തുതിക്കുന്ന ശ്ലോകം. അടുത്ത ശ്ലോകം ഭാഗവതത്തിലെ അവസാനത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം. അപ്പൊ അവിടെ അങ്ങനെ പറഞ്ഞത് തന്നെ എന്തിനാന്ന് ചോദിച്ചാൽ അതും ഈ ശ്ലോകത്തിന്റെ പ്രാധാന്യം മനസ്സിലാവാനാണ്. ഇപ്പൊ ഭാഗവതത്തിലെ എല്ലാ ശ്ലോകത്തിനും തുല്യ പ്രാധാന്യമൊക്കെ തന്നെ. പക്ഷെ അതിൽ നിന്ന് ചിലതൊക്കെ എടുത്ത് ധ്യാന ശ്ലോകങ്ങളിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടൊരു പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞു തരണത്. ഏറ്റവും അവസാനത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ മഹത്വത്തെ പറഞ്ഞ് 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 കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ് ഭാഗവതം. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് ആ മഹത്വത്തെ പരമാവധി ഇനി ഒന്നും വിട്ടുപോകരുത് എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് പരമാവധി ആ കാര്യങ്ങളെ, ഭഗവാന്റെ മഹത്വത്തെ അതിൽ ഉൾക്കൊള്ളിക്കാൻ ഗ്രന്ഥകർത്താവ് അഥവാ ഇവിടെ പറഞ്ഞു തരുന്ന വക്താവ് ആരാണോ അവര് ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പൊ അത്രയധികം മഹത്വം അടുത്ത ശ്ലോകത്തിനും ഉണ്ട് എന്നർത്ഥം. അതില് വലിയ സമസ്തപദങ്ങൾ ഉണ്ട്. സമസ്തപദം എന്ന് പറഞ്ഞാൽ പല പല പദങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കപ്പെട്ട പദം. എന്നാൽ പദം പിരിക്കാൻ പറ്റില്ല. അതിനുള്ളിൽ പല 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 വാക്കുകൾ ഉണ്ടാവാം. അതിനെ പദം പിരിച്ച് വായിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് ഈ സമസ്തപദം എന്ന് പറയാം. അപ്പൊ അതിലെ പദങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. അതെന്തൊക്കെയാണ് എന്ന് മനസ്സിലായാലേ കൃത്യമായിട്ട് വായിക്കാൻ തന്നെ പറ്റുള്ളൂ. യം എന്നുള്ളത് ഒറ്റ വാക്കാണ്. യം നമ്മൾ മുമ്പ് കണ്ടുല്ലോ, യം പ്രബ്രജന്തം. അതേ യം തന്നെയാണ് ഇവിടെ. ബ്രഹ്മ, വരുണ. ഞാൻ ഇപ്പൊ പറയുന്ന പോലെയല്ല വായിക്കേണ്ടത്, അതാദ്യം പറയാം. പറയുന്നത് ആ വാക്കുകൾ മനസ്സിലാവാൻ. യം ബ്രഹ്മ വരുണ ഇന്ദ്ര മരുത രുദ്ര മരുത. ബ്രഹ്മ വരുണ ഇന്ദ്ര രുദ്ര മരുത. ഇങ്ങനെ 5 പേരുണ്ട് അതില്. അതില് വരുണ ഇന്ദ്ര എന്നുള്ളിടത്ത് വരുണേന്ദ്ര എന്ന് ആണ് എഴുതിയിട്ടുണ്ടാവുക. അതെങ്ങനെ മലർത്തി വായിക്കണം എന്നുള്ളത് വായിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ബ്രഹ്മാവ്, ഇപ്പൊ ഈ പേരൊക്കെ കേട്ട് പരിചയമുണ്ടാവുമല്ലോ. ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ, മരുത്തുക്കൾ. മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ
ഒരു ദേവന്മാര് തന്നെയാണ്. മരുതുൽപ്പത്തി എന്നൊരു കഥയൊക്കെ 6ാമത്തെ സ്കന്ധത്തിന്റെ അവസാനത്തെ 2 അധ്യായങ്ങളിലുണ്ട്. അപ്പൊ ആരാണ് ഇവരെന്നൊക്കെ വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാവും. ഇന്ദ്രന്റെ സഹോദരന്മാര് തന്നെയാണ് മരുത്തുക്കൾ. 49 പേരാണ് ഈ മരുത്തുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ. ദിതി അനുഷ്ഠിച്ച പുംസവന വ്രതം, അതിന്റെ ഫലമായിട്ടുണ്ടായ അതിതേജസ്വികളായിട്ടുള്ള വജ്രായുധം കൊണ്ട് പോലും മരണം വരാത്ത 49 പേർക്കാണ് മരുത്തുക്കൾ എന്ന് പേര്. അവരടക്കം സ്തുന്വന്തി, സ്തുതിക്കുന്നു. ദിവ്യൈഹി സ്തവൈഹി, ദിവ്യങ്ങളാകുന്ന സ്തോത്രങ്ങളാൽ, ദിവ്യങ്ങളാകുന്ന സ്തോത്രങ്ങൾ കൂടാതെ വേദൈഹി, വേദങ്ങളാൽ. ആ വേദത്തിന്റെ വിശേഷണമാണ് അടുത്ത വാക്ക് സാംഗപദക്രമോപനിഷദൈഹി. സ എന്ന അക്ഷരം അവിടെ അതിനോട് കൂടിയത് എന്നുള്ള അർത്ഥത്തിനാണ് അവിടെ സ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോ സരസം എന്ന് പറഞ്ഞാൽ രസത്തോട് കൂടിയത്, സഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് കൂടിയത്. ഇതൊന്നും നമുക്ക് കേട്ട് മനസ്സിലായ പരിചയമില്ലെങ്കിലും പരിചയമുള്ള ചില വാക്കുകളുണ്ട്. സസ്നേഹം എന്നൊക്കെ പറയുന്നില്ലേ? സസ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോട് കൂടിയത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ കൂടിയത് എന്നുള്ള അർത്ഥത്തിനാണ് സ എന്ന അക്ഷരം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ സ എന്നത് മാറ്റിക്കഴിഞ്ഞാൽ അംഗ പദ ക്രമ ഉപനിഷദൈഹി എന്നിങ്ങനെ കിട്ടും. സ പ്ലസ് അംഗ എന്ന് വരുന്നത് കൊണ്ടാണ് സാംഗ എന്നൊരു ദീർഘം അവിടെ വന്നിട്ടുള്ളത്. ഇതൊന്നും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. സാംഗപദക്രമോപനിഷദൈഹി എന്ന് വായിച്ച പ്രശ്നമൊക്കെ തീരും. അപ്പൊ എന്താണ് സ എന്നുള്ളത്? സാംഗം എന്നൊരു വാക്കാണെന്ന് ധരിക്കണ്ട, അതിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സ എന്നതൊരു അക്ഷരം. ഇത് പലയിടങ്ങളിൽ നമ്മൾ ഇനി കാണും. ഈ സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ ഇതിനോട് കൂടിയത് എന്ന്, സരാമം എന്ന് പറഞ്ഞാൽ രാമനോട് കൂടി എന്നുള്ള അർത്ഥത്തിലാണ് സരാമം എന്നൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നത് കേൾക്കാം ഭാഗവതത്തിൽ. അപ്പൊ അതിനുവേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനി വേദം എന്ന് പറയുന്നത്, വേദം എന്ന് പറയുന്നത് വേദത്തില് അംഗങ്ങളുണ്ട്, പദങ്ങളുണ്ട്, ക്രമങ്ങളുണ്ട്, ഉപനിഷത്തുക്കളുണ്ട്. ഇതൊക്കെ വേദത്തിന്റെ ഭാഗങ്ങളാണ്. ഇപ്പൊ വേദങ്ങൾ എന്ന് വേദങ്ങളാൽ സ്തുന്വന്തി, സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയുള്ള വേദങ്ങളാൽ എന്നാണ്? അംഗം, പദം, ക്രമം, ഉപനിഷത്തുക്കളോട് കൂടിയ വേദങ്ങളാൽ. ആ കൂടിയ എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ അവിടെ ചേർത്തിട്ടുള്ളത്. ഇപ്പൊ വേദങ്ങൾ ഇതൊന്നും ഇല്ലാണ്ടും വേദമുണ്ടോ ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് എല്ലാ അംഗങ്ങളും എല്ലാ പദങ്ങളും എല്ലാ ക്രമങ്ങളും എല്ലാ ഉപനിഷത്തുക്കളും ചേർന്ന് വരുമ്പോഴാണ് വേദത്തിന് അതിൻ്റെതായ പരിപൂർണത എന്നുള്ളത് ഉണ്ടാവുക. വേദം അപൂർണമായിട്ടല്ല, വേദത്തിന്റെ എല്ലാ ഭാഗങ്ങളും എപ്പോഴും ചെല്ലാൻ പറ്റില്ല. അതിനത്രയധികം ഭാഗവതത്തിന്റെ തന്നെ വലിപ്പമുണ്ട്. വേദത്തിൽ പറയുന്ന വേദത്തെ 4ആയിട്ട് ഭാഗിച്ചതിലെ ഋഗ്വേദം മാത്രം ഭാഗവതത്തിന്റെ അത്ര വലിപ്പമുണ്ട്. അപ്പൊ ഭാഗവതം തെറ്റാതെ വായിക്കുന്ന ഒരാൾക്ക് ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ വേണ്ടി വരുന്ന സമയം 35 മണിക്കൂറാണ് വൃത്തിയായിട്ട് വായിച്ചാൽ. 30 മണിക്കൂറിലും വായിക്കുന്ന ആൾക്കാരുണ്ട്. എന്താ വായിക്കണമെന്ന് അവർക്ക് തന്നെ അറിയുള്ളൂ. സാമാന്യ നിലയ്ക്ക് തെറ്റില്ലാതെ ആവർത്തനമില്ലാതെ വായിക്കുന്ന ഒരാൾക്ക് ഭാഗവതം തുടങ്ങിയാൽ വായിച്ച് അവസാനിപ്പിക്കേണ്ടി വരുന്ന സമയം 35 മണിക്കൂറാണ്. ഇതേ 35 മണിക്കൂർ സമയം വേണം അഗ്നിമീളയ പുരോഹിതം എന്ന് പറയുന്ന വേദം, ഋഗ്വേദം ആരംഭിക്കുന്നത് വിരാമസ്താവത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വരെ 35 മണിക്കൂർ സമയം ഉണ്ടായാലാണ് അതും ചൊല്ലിക്കഴിയുള്ളൂ. അപ്പൊ ഭാഗവതത്തിനോളം തന്നെ വലിപ്പമുണ്ട് എന്നറിയാൻ ഇനി അധികം കാര്യങ്ങളൊന്നും പറയേണ്ടല്ലോ. അത് ഋഗ്വേദം മാത്രമേ ആയുള്ളൂ. പിന്നെ യജുർവേദം, സാമവേദം, അഥർവവേദം ഒക്കെ വേറെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പരിപൂർണമായിട്ട് ചൊല്ലുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പക്ഷെ ഇവിടെ അംഗങ്ങളോടും പദങ്ങളോടും ക്രമങ്ങളോടും ആ വേദസാരങ്ങളെ പറയുന്ന ഉപനിഷത്തുക്കളോടും കൂടിയിട്ടുള്ള വേദങ്ങളെ കൊണ്ട് എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്നത് എന്താണോ ആ മഹത്വത്തെ മനസ്സിലാക്കാൻ പാകത്തിന് നമ്മൾക്ക് ആധികാരികമായിട്ട് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെയാണ്. ഇതിലൊക്കെയാണ് മാറ്റം വരുത്താൻ പറ്റാറുള്ളത്. അത് ഈ ഉപനിഷത്തുക്കൾ കഴിഞ്ഞിട്ട് പിന്നെ വന്ന കുറെ കാര്യങ്ങളാണ് പുരാണങ്ങളും ഇതൊക്കെ. ഇതിലൊക്കെ പലതരത്തിലുള്ള കൈകടത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ വയ്യ. ചില ശ്ലോകങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇത് ഇവിടേക്കുള്ളതല്ല, വേറെ ആരോ എഴുതി വെച്ച പോലെ അങ്ങനെയൊക്കെ ഉണ്ട് ചിലതിന്. അപ്പൊ അതിനെ പ്രക്ഷിപ്ത ശ്ലോകങ്ങൾ എന്നാണ് പറയുക. ആരോ കൊണ്ടിട്ട ശ്ലോകം എന്നാണ് അതിനെ പറയാറ് തന്നെ. എന്നാൽ വേദത്തിന്റെ ക്രമം, പദം ഇതിലൊന്നും കൈകടത്താൻ ആർക്കും പറ്റില്ല.
ഒരു പിഴവും സംഭവിക്കാത്ത രീതിയിൽ നിൽക്കുന്നതാണ്. അപ്പൊ അതിന്റെ പരിപൂർണതയോട് കൂടിയിട്ട് ഭഗവാനെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ യം ഏതൊരുവനെ സ്തുതിക്കുന്നുവോ, ഗായന്തി യം സാമഗാഹ, സാമഗാനം ചെയ്യുന്ന ആൾക്കാർ അവരെയാണ് സാമഗാഹ, സാമകന്മാർ എന്ന് പറയാം. അപ്പൊ സാമഗാനം ചെയ്യുന്നവര് യം ഗായന്തി, ഏതൊരുവനെ പറ്റിയാണോ ഗാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊരുവനെയാണോ കീർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ധ്യാനാവസ്ഥിത തദ്ഗതേന, ഒറ്റ വാക്കാണ്, ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ, ധ്യാനം എന്നുള്ളത് ആ ധ്യാനം കൊണ്ട് അവസ്ഥിതമായി തദ്ഗതേന ഭഗവാനിലേക്ക് തന്നെ ചെന്ന് ഉറച്ചു നിൽക്കുന്ന മനസ്സുകൊണ്ട്. അപ്പൊ ധ്യാനാദികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭഗവാനിൽ നിന്ന് അനങ്ങാതെ അവിടെ തന്നെ മനസ്സ് ചെന്ന് ഉറച്ചിരിക്കും. അങ്ങനെയുള്ള മനസ്സുകൊണ്ട് യോഗിനഃ, യോഗികൾ യം പശ്യന്തി, ഏതൊരുവനെയാണോ കാണുന്നത്. അവർ മനസ്സിൽ കാണുന്നുണ്ട്. ധ്യാനാദികളൊക്കെ ചെയ്യുമ്പോൾ ഭഗവാനിൽ നിന്നും മനസ്സിലാകാതെ അവിടെ നിന്ന് അവസാനം അവരുടെയൊക്കെ ഹൃദയത്തിൽ ഭഗവാൻ തെളിയും. അങ്ങനെ യോഗികളായിട്ടുള്ളവരെ ഏതൊരുവനെ ധ്യാനാദികളിലൂടെ ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന മനസ്സുകൊണ്ട് കാണുന്നുവോ, യസ്യാന്തം, യസ്യ അന്തം, രണ്ട് പദങ്ങളാണ്. യസ്യ അന്തം, അന്തം എന്ന് പറഞ്ഞാൽ അവസാനം. യസ്യ അന്തം, ഏതൊരുവന്റെ അവസാനത്തിനെയാണോ ന വിദുഹു സുരാസുര ഗണാഹ, സുരന്മാര് അസുരന്മാര്, ദേവന്മാരും അസുരന്മാരും അവരുടെ ഗണങ്ങൾ, സമൂഹങ്ങൾ, ദേവാസുര സമൂഹങ്ങൾ ഒന്നും തന്നെ യസ്യ അന്തം ന വിദുഹു, ഏതൊരുവന്റെ അവസാനത്തിനെ അറിയുന്നില്ലയോ, തസ്മൈ ദേവായ നമഃ, ആ ദേവനായിക്കൊണ്ട് നമസ്കാരം എന്ന് ഭഗവാന്റെ മഹത്വത്തെ ഇവിടെ പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുകയാണ്. തസ്മൈ ദേവായ നമഃ, അവിടെ നിന്ന് തിരിച്ചു തുടങ്ങിയാൽ ആ ദേവനായിക്കൊണ്ട് നമസ്കാരം. ഏത് ദേവനായിക്കൊണ്ട് നമസ്കാരം? ഏതൊരു ഭഗവാനെയാണോ ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ, മരുത്തുക്കള് തുടങ്ങിയവര് ദിവ്യമായ സ്തോത്രങ്ങളെ കൊണ്ടും അംഗം, പദം, ക്രമം, ഉപനിഷത്തുക്കൾ അടങ്ങുന്നതായ വേദങ്ങളെ കൊണ്ടും സ്തുതിക്കുന്നത്, യം സാമഗാഹ ഗായന്തി, ഏതൊരു ഭഗവാനെയാണോ സാമഗാനം ചെയ്യുന്നവരെന്നും കീർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ യം യോഗിനഃ പശ്യന്തി, ധ്യാനാദികളിലൂടെ ഉറച്ചു നിൽക്കുന്ന ഭഗവാനിൽ ചെന്ന് ചേർന്ന് നിൽക്കുന്ന മനസ്സുകൊണ്ട് യം യോഗിനഃ യം പശ്യന്തി, യോഗികൾ ഏതൊരു ഭഗവാനെയാണോ കാണുന്നത്, സുരാസുരഗണാഹ യസ്യ അന്തം ന വിദുഹു, ദേവാസുരഗണങ്ങൾ പോലും ഏതൊരു ഭഗവാന്റെയാണോ അവസാനത്തിനെ ഇന്നും അറിയാതിരിക്കുന്നത്, തസ്മൈ ദേവായ നമഃ, ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് ഭഗവാന്റെ മഹത്വത്തെ ഇവിടെ പറഞ്ഞു. ബ്രഹ്മാദി ദേവന്മാരടക്കം എന്നും ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു, വേദങ്ങളാൽ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സമഗാനം ചെയ്യുന്നവര് ഭഗവാനെ എന്നും കീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യോഗികൾ എന്നും ഭഗവാനെ ഹൃദയത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദേവാസുര ഗണങ്ങൾ ഒന്നും തന്നെ ഭഗവാന്റെ അവസാനത്തിനെ കാണുന്നില്ല. എന്ന് വെച്ചാൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആദ്യവും അവസാനവും ഒന്നുമില്ലാത്ത നിലനിൽപ്പ് മാത്രമായിട്ടുള്ളവനാണ്. ആ ഭഗവാന്റെ അവസാനത്തിനെ കാണണില്ല എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മഹിമ എത്രയുണ്ട് എന്നതിനെ അളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ യഥോ വാചോ നിവർത്തന്റെ അപ്രാപ്യ മനസാ സഹ എന്നൊക്കെ ഉപനിഷത്ത് പറയും. എവിടെയാണോ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കാതെ മനസ്സും വാക്കുകളൊക്കെ തിരിച്ചു വരുന്നത്, ആ പദമാണ് ഭഗവത് പദം എന്നാണ്. ഭഗവാന്റെ അവസാനത്തിലേക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിന് മാത്രം അറ്റം കാണില്ല. അതിനെ മാത്രമേ ഈ പറഞ്ഞതായ വാക്കുകൾക്കും മനസ്സിനും ചെന്ന് പിടിക്കാൻ പറ്റാത്തതായിട്ടുള്ളൂ. ബാക്കിയുള്ള ഈ ലോകത്തിലുള്ള എന്തിനേയും മനസ്സുകൊണ്ട് പിടിക്കാൻ പറ്റും. നമ്മളുടെ മനസ്സിൽ നമുക്ക് പരിചയമില്ലാത്ത, കാണാത്ത, കേട്ടു മാത്രം പരിചയമുള്ളതായ ലോകത്തിനെ നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ പറ്റും. നമ്മൾക്ക് ഒന്നുമില്ലെങ്കിലും നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ലോകത്തിനെ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചെടുക്കാൻ പറ്റും.
തപസ് ചെയ്യുന്നവർക്ക് അവനവന്റെ മനസ്സിൽ ഈ യോഗികളായിട്ടുള്ളവർ യോഗസിദ്ധിയുള്ളവർക്കൊക്കെ ഇവിടെ ഇരുന്ന് അകലെയുള്ള കാര്യങ്ങളൊക്കെ അവനവന്റെ മനസ്സിൽ ഒരു ചിത്രം പോലെയൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ മനസ്സുകൊണ്ട് സാധിക്കുമെങ്കിലും മനസ്സുകൊണ്ട് പിടികിട്ടാത്തതോ വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തതോ ആയിട്ടുള്ളത് എല്ലാവരും അവസാനം പരാജയപ്പെടുന്ന ഒരേ ഒരു ബിന്ദു ഈശ്വരൻ എന്ന് പറയുന്നിടത്താണ്. അപ്പൊ ആ ഭഗവാന്റെ മഹിമയെ ഇന്ന് വരെ ആർക്കും അറിയാൻ അല്ലെങ്കിൽ അത് അറിഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിനെയാണ് അവിടെ എടുത്ത് പറയുക. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നു. ഇനി ഭഗവാനെ ശ്രീശുക ബ്രഹ്മർഷി തന്നെ സ്തുതിക്കുന്നതായിട്ടുള്ള ശ്ലോകമാണ് പറയുന്നത്. അത് ശുഖസാരസ്വതം എന്നതായിട്ടുള്ള മന്ത്രം. 2-ാമത്തെ സ്കന്ധത്തില് 4-ാമത്തെ അധ്യായത്തിലാണ് ഈ ശുഖസാരസ്വത മന്ത്രം വരിക. അതിന്റെ അവസാനത്തെ ശ്ലോകമാണ്. അതിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകം എന്ന് പറയുന്നത് വേദവ്യാസനായ ഭഗവാനെ ശ്രീശുഖൻ നമസ്കരിക്കുന്നതാണ്, അല്ലെങ്കിൽ അച്ഛൻ എന്ന ഗുരുവിനെ നമസ്കരിക്കുന്ന ശ്ലോകമാണ്. അത് അനുഷ്ഠുപ ശ്ലോകമാണ്. അതല്ല, അതിന്റെ തൊട്ട് മുമ്പത്തെ 4 വരി ശ്ലോകം നമ്പർ 23-ാമത്തെ ശ്ലോകമാണ്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂതൈഹി മഹദ്ഭിഹി യഹ ഇമാഹ പുരഃ വിഭുഃ നിർമ്മായ ശേതേ യത് അമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സഹ അലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ എന്ന് ഈ ശ്ലോകം. അതിന്റെ അവസാനം കേട്ടാൽ കാര്യം മനസ്സിലാവും. അലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സഹ ഭഗവാൻ, ആ ഭഗവാൻ, മേ വചാംസി അലങ്കൃഷീഷ്ട, ആ ഭഗവാൻ എൻ്റെ വാക്കുകളെ അലങ്കരിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ വാക്കുകളിൽ അലങ്കാരമായിട്ട് ഭഗവാൻ തന്നെ വരട്ടെ എന്നാണ് പ്രാർത്ഥന. അപ്പൊ ഭഗവാൻ തന്നെ വാക്കുകളിൽ അലങ്കാരമായിട്ട് വരണം എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം അപ്പോഴേ നമുക്ക് ഭഗവാനെ കുറിച്ച് പറയാൻ പറ്റും. മറ്റു പലതും പറയാൻ നമുക്ക് സംസാരശേഷി ഭഗവാൻ എപ്പോ തന്നോ അപ്പൊ തൊട്ട് മറ്റു പലതും പറയാൻ പറ്റും. ഭഗവാനെ കുറിച്ച് നാവിൽ വരണമെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം. അപ്പൊ മറ്റത് ഭഗവാൻ നേരത്തെ വിചാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഭഗവാനെ കുറിച്ച് ആവണമെങ്കിൽ ഭഗവാൻ വിചാരിച്ചാൽ തന്നെ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ കൃപ എന്നൊന്ന് ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അത് തന്നെ ഇപ്പൊ ഭഗവാനെ കുറിച്ച് എനിക്ക് പറ്റും എന്നുള്ള അവനവനുണ്ടാകുന്ന അറിവോ കൊണ്ട് പറയാൻ ശ്രമിച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും എവിടുന്നെങ്കിലും അത് മാറി വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിട്ട് മാറുന്ന ആളാണ്. അത് വഴിമാറും. കാരണം നമ്മുടെ ബുദ്ധിയും മനസ്സും ഒക്കെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഭഗവാനെ കുറിച്ച് മാത്രമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവിടെ സാഹചര്യം ഏതെന്ന് ചോദിച്ചാൽ പരീക്ഷിത്ത് ഗംഗാതീരത്ത് ശാപഗ്രസ്തനായിട്ട് ഭാഗവതം കേൾക്കാൻ വന്നിരിക്കുകയാണ്. 7 ദിവസമേ ആയുസുള്ളൂ. അദ്ദേഹത്തിനോട് വേറെ ഒന്നും പറഞ്ഞ് ഒരു വാക്കിന്റെ പോലും സമയം അവിടെ കളയാനില്ല. അതുകൊണ്ടും പറയുന്നത് മുഴുവൻ ഭഗവാനെ കുറിച്ചല്ലാതെ വേറൊരു അക്ഷരം പോലും പറയാൻ ശ്രീശുക ബ്രഹ്മർഷി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും എല്ലാം ഭഗവാന്റെ കൃപയോട് കൂടിയിട്ട് മാത്രമേ വരുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടും സ്വയം ഭഗവാന്റെ തന്നെ അവതാരമാണ് ശ്രീശുകൻ എങ്കിൽ പോലും അവിടെ അവതാരമൂർത്തിയായിട്ടല്ല, ഒരു ഗുരുവിന്റെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഒരു പുരാണം പറയാനായിട്ട് വന്നിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ താനൊരു സാധാരണക്കാരനാണ്. ഭഗവാനെ കുറിച്ച് മാത്രമായിട്ട് പറയണമെങ്കിൽ ഒരു അസാധാരണമായ അനുഗ്രഹം അവിടെ നിന്ന് ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ ശുഖസാരസ്വതം എന്ന മന്ത്രം മുഴുവൻ. അതിലെ അവസാനത്തെ ശ്ലോകമാണ് ഇപ്പോ നമ്മൾ ധ്യാന ശ്ലോകത്തിൽ പറയുന്ന ഈ ശ്ലോകം. ഭൂതൈഹി മഹദ്ഭിഹി ഭൂതൈഹി, മഹത്തുക്കളാകുന്ന ഭൂതങ്ങളാൽ. മഹത്തുക്കളാകുന്ന ഭൂതങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, ഈ ഭൂതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ കേൾക്കുന്ന ഭൂതം എന്ന് വിചാരിക്കേണ്ട. പഞ്ചഭൂതം ഒരു സാധനമുണ്ട്. ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം എന്ന് പറയുന്നതിനെയാണ് ഈ പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറയുന്നത്. മഹദ്ഭിഹി ഭൂതൈഹി, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഇമാഹ പുരഹ, ഈ ശരീരങ്ങൾ, അതായത് ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ശരീരം തന്നെയാണ്. മനുഷ്യന്റെ മാത്രമല്ല, മൃഗങ്ങള്, പക്ഷികള്
എന്ന് പറയുന്ന സകലമാന ശരീരങ്ങളെയും, ഈ പ്രകൃതിയെ എന്നിട്ട് വാക്കുകൾ വേണമെങ്കിൽ പറയാം, ഈ ശരീരങ്ങളെ വിഭുഹു നിർമ്മായ, ഭഗവാൻ പണ്ടേ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഭഗവാനാണ് ഈ ശരീരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ഭൂതങ്ങൾ എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ, ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം എന്ന പഞ്ചഭൂതങ്ങള്, പിന്നെ പഞ്ചതന്മാത്രങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, അന്ധഃകരണങ്ങള് എന്നൊക്കെ അതിനെ വിസ്തരിച്ച് നമ്മൾ കപിലോപദേശത്തിലൊക്കെ കാണും. ഇങ്ങനെ 24 വസ്തുക്കൾ ഉണ്ടത്. അതിനെ വെച്ചിട്ടാണ് ഈ ലോകം മുഴുവൻ ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ കാണുന്ന ശരീരങ്ങൾ അഥവാ ഈ പ്രകൃതിയെ മുഴുവൻ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിച്ചിട്ട് ശേതേ യത് അമൂഷു പുരുഷ, പുരുഷനായ ഭഗവാൻ. അവിടെ പൂരുഷ എന്ന് തന്നെയാണ് വാക്ക്. പുരുഷ എന്ന് തെറ്റി വായിക്കരുത്, അർത്ഥം ഒന്ന് തന്നെയാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവാത്മാവായിട്ടിരിക്കുന്ന ഭഗവാൻ എന്നുള്ള അർത്ഥത്തിലാണ് പുരുഷൻ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണ് അതിന്റെ ഭാഷ. ഈ പുറമേ കാണുന്നതൊക്കെ പ്രകൃതി, ആ പ്രകൃതിയുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ പറയുന്നത് പുരുഷൻ എന്നർത്ഥത്തിൽ. അപ്പൊ പുരുഷനായിക്കൊണ്ട് യത് അമൂഷു ശേതേ, ഇതിലൊക്കെ ഭഗവാൻ തന്നെ ശയിക്കുന്നു എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഭഗവാൻ തന്നെയാണ് ഇരിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നശ്വരമായിട്ടുള്ള പ്രകൃതിയെ ഉണ്ടാക്കി വെച്ച ആളും ഭഗവാൻ. എന്നിട്ട് അതിനൊക്കെ ഉണർവുണ്ട് എന്ന രീതിയിൽ അതിനുള്ളിൽ ജീവനായിട്ട് പുരുഷനായിട്ട് ഇരിക്കുന്ന ആളും ഭഗവാൻ. ഇനി ഇത് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കല് മാത്രമല്ല, ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മക, ഈ ഗുണങ്ങളെ മുഴുവൻ അനുഭവിക്കുന്നു. ഗുണങ്ങളെ മുഴുവൻ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന 3 ഗുണങ്ങളുണ്ട്, ത്രിഗുണങ്ങൾ. അതിൻ്റെ പരിണിത ഫലം, ഏറ്റക്കുറച്ചിലുകളുടെ പരിണിത ഫലമായിട്ട് ഈ പ്രകൃതി ഉണ്ടായി. അതിൻ്റെ പല പല ഭാവങ്ങളായിട്ടാണ് നമ്മൾക്കൊക്കെ ഉണ്ടാകുന്നതായ അനുഭവങ്ങൾ ഓരോന്നും. സുഖദുഃഖങ്ങളാവട്ടെ, എന്ത് തരത്തിലുള്ള അനുഭവങ്ങളാവട്ടെ, അത് മുഴുവൻ ഈ ഗുണങ്ങളെ കൊണ്ടുണ്ടാവും. ഇതൊക്കെ അനുഭവിക്കുന്നവൻ ആരെന്ന് ചോദിച്ചാൽ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇതേ ഈശ്വരൻ തന്നെയാണ്. അനുഭവിക്കുന്ന അനുഭവം എങ്ങനെയാവും എങ്ങനെയാവില്ല എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് ഇനി പഠിക്കാം. ഏത് തരത്തിൽ ഈശ്വരൻ അവിടെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്. എങ്കിലും പൊതുവിൽ ഇപ്പൊ അറിയാൻ പാകത്തിന് ഉള്ളിലിരുന്നിട്ട് ഇതൊക്കെ അനുഭവിക്കുന്നവനും ഇതേ ഈശ്വരൻ തന്നെയാണ്. എന്തിനെയൊക്കെ അനുഭവിക്കുന്നു എന്നാണ്. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ, 16 ഈ ഷോഡശ ഗുണാൻ ഭുങ്ക്തേ, 16 ഗുണങ്ങളെ അനുഭവിക്കുന്നു. 16 ഗുണങ്ങൾ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതാണ്. പഞ്ചഭൂതങ്ങള് 5 പിന്നെ അതിൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്ന് പറയുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ 5. വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം എന്ന് പറയുന്ന കർമ്മേന്ദ്രിയങ്ങൾ 5. ഇങ്ങനെ 15 പിന്നെ മനസ്സ്, ഇതും ചേർന്ന് കഴിഞ്ഞാൽ 16 ഈ 16 ഇതിപ്പോ ഏതൊക്കെയാണെന്ന് എഴുതിയെടുക്കൊന്നും വേണ്ട, എളുപ്പമല്ല. ഇതിങ്ങനെ എണ്ണം പറഞ്ഞപ്പോ എന്തായി 16 എന്ന് അറിയണ്ട വെച്ചിട്ട് പറഞ്ഞു, അറിയാണ്ടിരിക്കേണ്ട വെച്ചിട്ട് പറഞ്ഞിട്ട് എനിക്കറിയുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പഞ്ചഭൂതങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും 3 അഞ്ചുകൾ ചേർന്ന് 15, പിന്നെ 1 മനസ്സും. ഇങ്ങനെ 16 ഗുണങ്ങളെ അനുഭവിക്കുന്നു ഭഗവാൻ ഉള്ളിലിരുന്നിട്ട്. ഷോഡശാത്മക, ഈ 16 ഇരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഈ 16 ഗുണങ്ങളായിട്ടിരിക്കുന്ന ആളും ഭഗവാൻ, എന്നിട്ട് ഇതിനെ ഉള്ളിലിരുന്നിട്ട് അനുഭവിക്കുന്ന ആളും ഭഗവാൻ, ഇതിനുള്ളിൽ പുരുഷനായിട്ട് ശയിക്കുന്ന ആളും ഭഗവാൻ, ഈ പഞ്ചഭൂതാദികളെ കൊണ്ട് ഈ പ്രകൃതിയെ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായ ആളും ഭഗവാൻ. ചുരുക്കത്തിൽ ഇപ്പൊ ഈ പറയുന്നതിൽ നിന്ന് ഭഗവാൻ അല്ലാത്ത എന്തിനെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ഇനി വേറെ തരംതിരിക്കാണ്ടോ? ഇതല്ലേ ഉള്ളൂ ആകെ. ഒന്ന് ഈ പുറത്ത് കാണുന്നതാണ്, അത് ഉണ്ടാക്കി വെച്ചത് ഭഗവാനാണ്. അതോ അതിൽ ഓരോന്നായിട്ട് ഇരിക്കുന്ന ആളും ഭഗവാനാണ്. അതിനുള്ളിലിരുന്നിട്ട് ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളും ഭഗവാൻ തന്നെയാണ്. ഈ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് എന്താണോ അത് ഷോഡശാത്മക. ഇതിനുള്ളിൽ ഈ അനുഭവങ്ങളായിട്ടിരിക്കുന്നവനും ഇതേ ഭഗവാൻ തന്നെയാണ്. അപ്പൊ ആ ഭഗവാൻ തന്നെ വേണം എന്ത് നമ്മളുടെ നാവിലും വാക്കുകളായിട്ട് വന്നിരിക്കാൻ. എന്നാലേ ഇത് വേണ്ട പോലെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സഹ ഭഗവാൻ, ഇങ്ങനെയൊക്കെയുള്ള ഭഗവാൻ മേ വചാംസി അലങ്കൃഷിഷ്ട, എൻ്റെ വാക്കുകളെ അലങ്കരിക്കണേ, അല്ലെങ്കിൽ വാക്കുകൾക്ക് അലങ്കാരമായിട്ട് വരണേ എന്നതാ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശ്രീ ശുഖബ്രഹ്മർഷി ഈ സുഖസാരസ്വത മന്ത്രം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുക. അത് തന്നെയാണ് നമ്മൾ ധ്യാന ശ്ലോകത്തിൽ ഇവിടെ ഉൾപ്പെടുത്തുന്നത്.
ഇതോട് കൂടിയിട്ട് ധ്യാന ശ്ലോകങ്ങൾ എന്നുള്ളത് ഇവിടെ അവസാനിക്കുന്നു. ഇനി പ്രാർത്ഥനാദികളാണുള്ളത്. അത് നമുക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ പ്രാർത്ഥനാദികൾ എടുക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇത്രയാണ് ധ്യാന ശ്ലോകങ്ങള്. ഇനി ഇത് നിത്യ ഉപാസനയില് ധ്യാന ശ്ലോകങ്ങൾ ഇനിയിപ്പോ എങ്ങനെയാ വെച്ചാൽ ഓർഡറിൽ എഴുതി വെക്കുകയെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ കോപ്പി എടുത്ത് വെക്കുകയെ എന്താ വെച്ചാൽ ചെയ്യുക. ഈ 9 എണ്ണത്തിന് മുമ്പ് ഇനി ചെയ്യാവുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഇപ്പൊ ദേവസ്വം പുസ്തകത്തിലൊക്കെ ശുക്ലാംബരധരം എന്ന് കാണാം, ഗണപതിയാണ്. അടുത്തത് ഗുരവേ സർവലോകാനാമാണെന്ന് തോന്നുന്നു. അതൊക്കെ ഒരു ഗണപതി സരസ്വതി ഗുരു എന്ന സങ്കല്പത്തിലാണ്. അതിപ്പോ അവനവന് ഇഷ്ടമുള്ളത് ഇപ്പൊ ചെല്ലാം. ഗജാനനമായാലും മതി, ഏകദന്തമായാലും മതി. ഒരു ഗണപതിയെ പറഞ്ഞുകൊണ്ട് സരസ്വതി നമസ്തുഭ്യമാണെങ്കിൽ അങ്ങനെ സരസ്വതിയെ നമസ്കരിച്ച് ഗുരു ഇപ്പൊ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു എന്നാണെങ്കിൽ അതാവാം, അല്ലെങ്കിൽ എന്താ സദാശിവ സമാരംഭമാണെങ്കിൽ ആവാം. ഏതെങ്കിലും ഗുരു, ഗണപതി സരസ്വതി ഗുരു. അത് കഴിഞ്ഞാൽ ജന്മാദ്യസ്യേതോന്വയാദിതരത എന്നുള്ള മുതൽ ഇതുവരെയുള്ള 9 ശ്ലോകങ്ങളാണ് ധ്യാന ശ്ലോകങ്ങൾ പ്ലസ് ഗണപതി സരസ്വതി ഗുരു വന്ദനം. ഈ രീതിയിലാണ് തുടങ്ങേണ്ടത്. ഇനിയുള്ളത് 4, 2, 6 ശ്ലോകങ്ങൾ പ്രാർത്ഥനയാണ്. അത് മഹാത്മ്യത്തിലെ 6ാമത്തെ അധ്യായത്തിലാണ് വരിക. നമ്പർ ഏതാണെന്നുള്ളത് ഗ്രൂപ്പിൽ വോയിസ് ഇടാം, അതാണ് നന്നാവുക. ഇപ്പൊ എന്തായാലും സമയമായി. അപ്പൊ അതുകൊണ്ട് ഗ്രൂപ്പിൽ വോയിസ് ഇടാം. നാളേക്ക് അത് റെഡിയാക്കി വെച്ചോളൂ. ഒരു മാർക്കൊക്കെ വെച്ചിട്ട്. ആ 4 ശ്ലോകങ്ങളേ ഉള്ളൂ അതില്. മഹാത്മ്യത്തിലെ 6ാമത്തെ അധ്യായം. ഭാഗവതത്തിൽ പോയി തപ്പണ്ട. ഭാഗവതം 1ാമത്തെ സ്കന്ധം തുടങ്ങുന്നതിന് മുമ്പ് പത്മപുരാണത്തിലെ 6 അധ്യായങ്ങള് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ പറയുന്നുണ്ട്. അതിൽ 6ാമത്തെ അധ്യായത്തിലാണ് പ്രാർത്ഥന വരിക. ശ്ലോകം നമ്പർ ഇവിടുന്ന് വോയിസ് ഇട്ട് തരാം. ആ 4 എണ്ണം കൂടാതെ ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ ഭാഗവത പഠനം ദേവാന്നൊരു ശ്ലോകം അത് മുമ്പേ ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. അതാണ് 4ാമത്തെ ശ്ലോകമായിട്ട് ചെല്ലേണ്ടത്. 5ാമത്തെ ആയിട്ട് ചെല്ലേണ്ടത്. 6ാമത്തെ ശ്ലോകമായിട്ട് കഥാമയീം ഭാഗവത അഭിധാനം എന്നൊരു ശ്ലോകം ഉണ്ട്. അതും ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഇങ്ങനെ 6 ശ്ലോകങ്ങൾ. ഇത്ര സമയം എടുക്കില്ല നാളെ. അതുപോലെ അന്യഥാ ശരണം നാസ്തി. ഇപ്പൊ 4, 3, 7 ശ്ലോകങ്ങള് പ്രാർത്ഥനയിലുണ്ട്. അല്ലെ 4 എണ്ണം മഹാത്മ്യത്തിലുണ്ട്. 3 എണ്ണം ഗ്രൂപ്പിൽ വോയിസ് ഇട്ട് തരാം. എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കുക. നാളെ ഈ 7 ശ്ലോകങ്ങൾ അവസാനിക്കും. നാളെ മീൻസ് അടുത്ത ക്ലാസ്സിൽ ബുധനാഴ്ച ഇത് അവസാനിപ്പിക്കും. അപ്പൊ അതോടുകൂടിയിട്ട് ധ്യാന ശ്ലോകങ്ങളും പ്രാർത്ഥനയും കഴിഞ്ഞു. അപ്പൊ ഈ ശ്ലോകങ്ങളുടെയൊക്കെ മഹത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ ധ്യാന ശ്ലോകങ്ങളിൽ ഉൾപ്പെടുത്തിയത് എന്ന് ആക്കാൻ. അത് ചെല്ലുന്ന സമയത്തും പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു. അത് കാണാപ്പാടായി കഴിഞ്ഞാൽ ജന്മാദ്യസ്യേതോന്വയാദിതരത ഈ ജാതി ചെല്ലിയാൻ പറ്റില്ല. പരമമായ സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു. ഭാഗവത വൈഭവത്തെ പറയുന്നു. ഭൂമിയിലെ ഭാഗ്യശാലികളെ വരൂ എന്ന് വ്യാസനും ശ്രീശുകനും ഒക്കെ ഒന്നിച്ചു ക്ഷണിച്ചപ്പോ ആ ഭൂമിയിലെ ഭാഗവതം കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യശാലിയാണ് ഞാനും. വേണ്ട പോലെ ആ ഭാഗവതത്തിനെ ഞാൻ ഉപാസിക്കണം എന്നൊരു തോന്നൽ ആ ശ്ലോകം ചെല്ലുമ്പോൾ ഉണ്ടാവണം. ശ്രീശുകൻ എന്ന ഗുരുനാഥനെ നമസ്കരിക്കുന്നതായിട്ടുള്ള 2 ശ്ലോകങ്ങളാണ്. പിന്നെ ഇന്നെടുത്തതില് മൂകം കരോതി വാചാലം. പരമമായ ഭഗവാന്റെ കൃപയെ, കാരുണ്യത്തെ. ഭൂമിയിൽ ഇത്രയും പേരുണ്ടാവുന്ന സമയത്ത് 7 to 8 എന്നൊരു സമയം പലരും പല തരത്തിൽ സമയത്തിനെ വിനിയോഗിക്കുമ്പോൾ, ഇപ്പൊ സീരിയൽ കണ്ടിട്ടായാലും അല്ലെങ്കിൽ മറ്റ് ലൗകികമായ കാര്യങ്ങളിൽ വിനിയോഗിക്കുന്ന സമയത്ത് ഒരു സ്ക്രീനിന്റെ ഉള്ളിൽ ഇരുന്നിട്ടായാലും ഭാഗവതത്തിനെ കുറച്ചു നേരം ഉപാസിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് പരമമായ ഭഗവാന്റെ കൃപയാണ്. പരമമായ ഗുരുകാരുണ്യം എവിടുന്നോ വീണത് കൊണ്ടാണ് ആ ഭാഗവതം എനിക്കും പഠിക്കാൻ സാധിച്ചത് എന്ന ബോധത്തോടു കൂടി വേണം ആ ശ്ലോകത്തെ ചെല്ലാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ധ്യാന സ്ഥിതിയിലിരിക്കുന്ന അല്ലെങ്കിൽ യോഗികൾക്ക് പോലും എത്തും പിടിയും കിട്ടാത്ത അന്തമില്ലാത്ത ഭഗവാനെ നമ്മുടെയൊക്കെ വാക്കുകൊണ്ട് എങ്ങനെയൊക്കെ ഭഗവാനെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും. എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഭഗവാനോടുള്ള പരമമായ പ്രേമമായിട്ടുള്ള ഒന്നും വേണം എന്നില്ലാത്ത ഭക്തി. ഭാഗവതം നന്നായിട്ട് വായിക്കണം എന്ന് പോലും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഭാഗവതത്തിനെ നന്നായിട്ട് ഉപാസിച്ചാൽ മതി. ഉപാസിക്കുക വെച്ചാൽ ഭാഗവതം എനിക്ക് വേണം, കയ്യിലെടുക്കുമ്പോൾ ഒരു ഓമന ഉണ്ണിയാണ് ഭാഗവതം എന്ന് തോന്നിയിട്ട് കയ്യിലെടുത്താൽ ബാക്കി വാക്കുകളൊക്കെ വരും. അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് പോലും എത്തും പിടിയും കിട്ടാതെ വരുന്ന സമയത്ത് ഇപ്പൊ ദശമസ്കന്ധം 82ാമത്തെ അധ്യായത്തിന്റെ അവസാനമൊക്കെ ഗോപസ്ത്രീകൾ പ്രാർത്ഥിക്കും. ആഹുശ്ചതയെ നളിനനാഭപദാരവിന്ദം യോഗേശ്വരൈർ ഹൃദി വിചിന്യമഗാധ ബോധൈഹി. യോഗീശ്വരന്മാർക്ക് പോലും ലഭിക്കാത്ത ആ പാതാരവിന്ദങ്ങള് ഭഗവാനെ ഞങ്ങളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. സംസാരകൂപപതിത ഉത്തരണാവലംബം. സംസാരമാകുന്ന ഈ പൊട്ടക്കിണറിൽ വീണ് കിടക്കുന്ന ഞങ്ങൾക്കൊന്നും അറിയില്ല.
അങ്ങനെയുള്ള ഞങ്ങളുടെ ഹൃദയത്തില് ഭഗവാന്റെ പാദങ്ങൾ തെളിഞ്ഞു കാണുന്നത് മാഞ്ഞു പോരുതേ എന്നൊരു പ്രാർത്ഥന ഗോപികമാര് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ ഗുരുനാഥകളാക്കി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തെളിഞ്ഞു കണ്ടു. നമുക്ക് ഭഗവാന്റെ പാദങ്ങളുടെ ഒരു നഖം പോലും കാണാനില്ല, കണ്ണടച്ച കൂരിരുട്ടാണ്. അങ്ങനെയുള്ള നമ്മുടെ പാദങ്ങൾ മായരുതേ മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ല. കാരണം ആ പാദങ്ങൾ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും തെളിഞ്ഞു കാണണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അവർക്ക് തെളിഞ്ഞു കിട്ടിയപ്പോ കിട്ടിയത് ആ ചിത്രം മായരുതേ എന്നാണ് അവര് ഭഗവാനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെയുള്ള ഗോപികമാരെ ഗുരുനാഥകളാക്കിയിട്ട് എടുക്കുക. അവസാനത്തെ ശ്ലോകം ശ്രീശുക ബ്രഹ്മർഷി തന്നെ പ്രാർത്ഥിക്കുന്ന ശ്ലോകമാണ്. ഭഗവാന്റെ തന്നെ അവതാരമാണ് ശ്രീശുക ബ്രഹ്മർഷി. ആ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവതം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നു, സോലങ്കൃഷിഷ്ട ഭഗവാൻ വചാംസിമേ. ആ ഭഗവാൻ എന്റെ വാക്കുകൾക്ക് അലങ്കാരമായിട്ട് വരട്ടെ. ശ്രീശുക ബ്രഹ്മർഷിക്ക് വേദവ്യാസനിൽ നിന്ന് നേരിട്ട് കിട്ടി ഭാഗവതം. ജനിക്കുമ്പോ തന്നെ നിർവികൽപ്പ സമാധിയിൽ ജീവൻ മുക്തനായിട്ട് ജനിച്ച ശ്രീശുക ബ്രഹ്മർഷി പോലും ഭഗവാൻ എന്റെ വാക്കുകളെ അലങ്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അക്ഷരശുദ്ധി ഇപ്പോഴും നമ്മള് അതിന്റെ ഒരു പാതയിലാണ്. ചെറിയ കുട്ടികളെ പോലെ അക്ഷരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഭഗവാൻ എങ്ങനെയൊക്കെ നമ്മുടെ നാവിൽ അലങ്കാരമായിട്ട് വരണം എന്ന് അവനവന്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നുവോ അത്രയും ആത്മാർത്ഥതയിൽ വേണം ആ ശ്ലോകവും ചെല്ലാൻ. ഇത്രയാണ് ധ്യാന ശ്ലോകങ്ങൾ. ഇത് ഓരോന്നിന്റെയും അർത്ഥം പറഞ്ഞ് ഇത് വാട്സാപ്പിൽ ഇട്ട് തരാതെ ലൈവിലെ ക്ലാസ് എടുത്തതിന്റെ കാരണം മുൻ ബാച്ചുകളിൽ ഉള്ളവർക്ക് അറിയാം, നമ്മൾ ഇത് ധ്യാന ശ്ലോകങ്ങളൊന്നും ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് അതിന്റെ ഒരു സീരിയസ്നെസ്സിൽ വേണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇത് ഓൺലൈനിൽ തന്നത്. അതുകൊണ്ട് ചെല്ലിയിടുമ്പോഴും അതേ ഇതോട് കൂടിയിട്ട് ചെല്ലിയിടുക. പ്രാർത്ഥനയുടെ ശ്ലോകങ്ങള് വാട്സപ്പിലെ നമ്പർ പറഞ്ഞു തരാം. രാധേശ്യം സമർപ്പണം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം. നാമഘോഷമെന്നും നാവിലായി വന്നിടണം. നാമഘോഷമെന്നും നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം. ചിത്രകാശരൂപനേ വണങ്ങണം. നിത്യനായ ചിത്രകാശരൂപനേ ചിലമ്പു കുഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം. ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ. വദീയം വസ്തു ഗോവിന്ദ വദീയം തുഭ്യമേവ സമർപ്പയേ. വദീയം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പയേ. തേന ത്വദംഘ്രികമലേ തേന ത്വദംഘ്രികമലേ. രതിം മേ യച്ഛ ശാശ്വതി. രതിം മേ യച്ഛ ശാശ്വതി. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഏകവാക്യതാ ഹരിസ്മരണം. ഹരി ഹരി രാധേശ്യാം. രാധേശ്യാം രാധേശ്യാം. രാധേശ്യാം.